ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സൈക്കോ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സാധാരണക്കാരുടെ ഒരു ബീഫ് കറിയാണ് വെക്കാൻ പോകുന്നത്. അത് എൻ്റെ സ്റ്റൈലാണ്. എളുപ്പത്തിൽ എങ്ങനെ ബീഫ് കറി വെക്കാം എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരുന്നത്. കറി വെക്കാൻ വേണ്ട സാധനങ്ങൾ നമുക്ക് നോക്കാം. ഇത് ബീഫിലേക്കുള്ള സവോള, ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എടുത്തിട്ടില്ല, പച്ചമുളകും കൂടി അരിയണം. ബീഫ് നമ്മൾ വേഗം വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ അത് മസാല പുരട്ടി കുറച്ച് നേരം വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും പൊടികൾ വേണ്ടതൊക്കെ കുറേശ്ശെ ചേർത്തിട്ടുണ്ട്. പിന്നെ ബാക്കി നമ്മൾ സവോള വഴറ്റി കഴിഞ്ഞിട്ട് നമ്മൾ ചേർത്താൽ മതിയല്ലോ. അപ്പോൾ അതൊക്കെ ആദ്യമേ കുറച്ച് തേച്ച് തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരത്തേന് ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യാനായിട്ട്. എന്നിട്ടാണ് അത് നമ്മൾ കുക്കറിലിട്ട് അടിച്ചത്. ഇനിയാണ് മെയിൻ പരിപാടി. ചട്ടി ചൂടായതിലേക്ക് എണ്ണയൊഴിച്ച് കടുക് വറുത്ത് അതിലേക്ക് 2 പട്ടയും ഇട്ടിട്ടുണ്ട്, കറിവേപ്പിലയും ഇട്ടിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ സവോളയൊക്കെ ഇടാനായിട്ട് പോകുന്നത്. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം അതിലേക്ക് കുറച്ച് ആദ്യം തട്ടുക. ആ ഇഞ്ചി വെളുത്തുള്ളി കിടന്ന ഭാഗമാണ് ഞാൻ ആദ്യം തട്ടിയിരിക്കുന്നത്. കാരണം അത് ഇത്തിരി എണ്ണയിൽ കിടന്നൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേന് ബാക്കി ഉള്ളിയും കൂടി ഇട്ടാൽ മതിയല്ലോ. അപ്പോൾ ബാക്കി ഉള്ളിയും കൂടി ഇട്ടതിന് ശേഷം ലേശം ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റുന്നുണ്ട്. ചിക്കൻ വെച്ചാലും ബീഫ് വെച്ചാലും നമ്മൾ നന്നായിട്ട് തന്നെ സവോളയൊക്കെ വഴറ്റി കഴിഞ്ഞാലേ അതിനൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ, ഒരു രുചിയുള്ളൂ എന്ന് എൻ്റെ അഭിപ്രായമാണ്. മറ്റുള്ളവർക്ക് ഈ അഭിപ്രായം ഉണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ല. എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. നല്ല രീതിയിൽ നല്ലതായിട്ട് സവോളയൊക്കെ വഴണ്ട് വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും ചേർക്കുവാണെങ്കിൽ നല്ലൊരു ടേസ്റ്റും കാര്യങ്ങളും കിട്ടുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ബീഫ് കറി, ചിക്കനും എന്നിവയൊക്കെ എല്ലാവരും പല രീതിക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയൊക്കെ വെക്കുന്നത് ചിലപ്പോൾ സവോളയൊക്കെ വഴറ്റി കഴിഞ്ഞ് അത് കുക്കറിലേക്ക് ഇട്ടിട്ട് അങ്ങനെ മസാല തിരുമ്മി വെച്ച ഇറച്ചിയെല്ലാം കൂടെ അതിൻ്റെ അകത്തോട്ട് ഇട്ടിട്ട് അങ്ങനെ അടിച്ചെടുത്ത് എടുക്കുന്നതുണ്ട്. പിന്നെ ഇതിൽ തേങ്ങാക്കൊത്തൊക്കെ ഇടും. പക്ഷേ ഇതൊന്നും ചെയ്തിട്ടില്ല. കാരണം ഇവിടെ അങ്ങനെ തേങ്ങാക്കൊത്തും കാര്യങ്ങളൊന്നും ഇടാറില്ല. പക്ഷെ നമ്മുടെ അവിടോട്ടൊക്കെ തേങ്ങാക്കൊത്തൊക്കെ കിടക്കുന്നത് കണ്ടാൽ തന്നെ എന്ത് ഭംഗി, എന്ത് രുചി. അതൊക്കെ ഇടയ്ക്കൊന്ന് കടിച്ച് കഴിയുമ്പോഴത്തേന് ഒരു ബീഫും ഒരു തേങ്ങാക്കൊത്തും കൂടെ പിടിച്ചിട്ട് കടിയൊക്കെ കടിക്കണം എന്നെ സൂപ്പറെന്നറിയാമോ. പക്ഷേ ഇവിടെ തേങ്ങാക്കൊത്ത് കിടന്നാൽ ചിലപ്പോൾ മാറ്റി വെക്കും, അതുകൊണ്ട് ഞാൻ ഇടാറില്ല. പിന്നെ ഇതെല്ലാം വട്ടിയതിന് ശേഷം ഞാൻ പച്ചമുളക് ഇടാൻ മറന്നുപോയിരുന്നു. അതും 2 കീറിയിട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് തക്കാളിയൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റാം. ഇതിലേക്ക് ഞാൻ നേരത്തെ കുരുമുളക് പൊടിച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. കുരുമുളകും ഞാൻ ചേർക്കുന്നുണ്ട്. എരിവ് വേണ്ടവർക്ക് അതുപോലെ ചെയ്യാം. കുരുമുളക് കൂടുതലോ കുറവോ, ഞാൻ ഇവിടെ കുറച്ച് ഇട്ടിട്ടുള്ളൂ. കുഞ്ഞിനൊക്കെ കഴിക്കേണ്ടതുകൊണ്ട് ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്ക് മുളക് പൊടിയും മീറ്റ് മസാലയും കൂടി ഇടാം. മുളക് പൊടി മീറ്റ് മസാലയും കൂടി ഇടുന്നുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും മറ്റേ ആദ്യം മസാല തിരുമ്മി വെച്ചതിൻ്റെ അകത്ത് ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടാൽ മതി. നന്നായിട്ട് വഴറ്റിൻ്റെ അകത്ത് പൊടികളിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ കുക്കറിൽ അടിച്ച് വെച്ചിരിക്കുന്ന ആ മീറ്റിൻ്റെ ആ വെള്ളം വേണം നമ്മൾ ഇതിലോട്ട് ലേശം ഒഴിച്ചിട്ട് അതും കൂടി ഒന്ന് മിക്സാക്കി കുറച്ച് നേരം വെച്ചതിന് ശേഷമേ നമ്മൾ ആ വേവിച്ച് വെച്ചിരിക്കുന്ന മീറ്റൊക്കെ ഇടാവുള്ളൂ. നമ്മൾ മീറ്റ് വേവിക്കുമ്പോൾ അത് മൂത്തതാണോ എളുപ്പമാണോ എന്നറിഞ്ഞിട്ട് നമ്മൾ വിസിലടിക്കുക. ഇതൊരു മൂത്ത ഇതായതുകൊണ്ട് നമ്മൾ 7 അടിച്ചിട്ടുണ്ട്. അതൊരു എളുപ്പനാണെങ്കിൽ അത്രയൊന്നും വേണ്ട, ഒരു 4-5 അത്രയും മതി. അല്ലെങ്കിൽ അത് തോരൻ്റെ പരുവായിപ്പോവും. അപ്പം ബീഫ് ഏത് ഇതാണ് കണ്ട് അങ്ങനെ വിസിലടിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ആ നെയ്യ് ഉരുകിയോ ആ വെള്ളമൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. അത് കുറച്ച് നേരം വെച്ച് തന്നെ അങ്ങനെ ഇളക്കുക, നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഞാനിങ്ങനെ കറി വെക്കുന്നത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പം അത് ടേസ്റ്റ് ഉണ്ടായിരിക്കുമല്ലോ എല്ലാവരും കഴിക്കണമെന്നുണ്ടെങ്കിൽ. നമ്മൾ ഇതിലോട്ട് വെള്ളം ചേർക്കുന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം തന്നെ ചേർക്കാൻ ശ്രമിക്കുക. നമ്മൾ പച്ചവെള്ളം കോരി ഒഴിക്കാതെ ചൂടാക്കിയിട്ട് വെള്ളം തിളപ്പിക്കുന്നതായിരിക്കും നല്ലത്. എനിക്കിത്തിരി ഗ്രേവിയും കാര്യങ്ങളും ഒക്കെ വേണം. അപ്പോൾ ചാറ് ഒഴിച്ച് കൂട്ടാനായിട്ട് അപ്പം നല്ല രീതിയിൽ തന്നെ വെള്ളം ഒഴിക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചൊക്കെ സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇളക്കി നന്നായിട്ട് അടച്ച് വെക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് കുറച്ചുകൂടെ വേവിക്കുക. കുറച്ചുകൂടി പറ്റുന്ന രീതിക്ക് വേവിച്ച് വെക്കുക. നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.
നല്ല രീതിയിൽ ഇത്രയൊക്കെ പറ്റിയാൽ മതി. ഞങ്ങൾക്ക് കുറച്ച് ചാറ് വേണം. ഇത് നാളെ ഉപയോഗിക്കുമ്പോഴത്തേന് അത് വീണ്ടും ചൂടാക്കുമ്പോഴത്തേന് കുറച്ചുകൂടെ പറ്റും. അപ്പോഴത്തേന് വേറെ രുചിയാവും. ഇത് മൊരിയും തോറും വേറെ രുചിയിലേക്ക് മാറിപ്പോവാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് ഇങ്ങനെ ചാറാക്കി എടുത്താൽ മതി. അപ്പോൾ വേഗം ഒരു ബീഫ് കറി റെഡിയാക്കണമെന്നുണ്ടെങ്കിൽ എളുപ്പവഴിയാണ് ഇങ്ങനെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ഇടുക. അപ്പോൾ വേണ്ട സാധനങ്ങളൊക്കെ ചേർക്കാനായിട്ട് ഒന്ന് ഉപ്പ് നോക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.